പോലീസിന്റെ വാദഗതികളെ ഖണ്ഡിച്ചുകൊണ്ട് കോടതിയിൽ സുജിത്തിന് ജാമ്യം അനുവദിക്കുന്നു. എന്താണ് അവിടെ നടന്ന സംഭവവികാസങ്ങൾ? നമ്മള് അത് CCTV ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടു. പോലീസിന് ഇതറിയാം. ഈ CCTV ദൃശ്യങ്ങളിൽ ഞങ്ങൾ ഈ ചെറുപ്പക്കാരനെ വസ്ത്രം അഴിച്ചു മാറ്റി മുഖത്ത് അടിച്ച് കൈ മുടക്കി പുറത്തു കുത്തി അദ്ദേഹം അവശനായപ്പോൾ അദ്ദേഹം തന്നെ ഉപദ്രവിക്കരുത് എന്ന് കരഞ്ഞു പറഞ്ഞപ്പോൾ താൻ നിരപരാധിയാണ് എന്ന് അപേക്ഷിച്ചപ്പോഴും അവരാക്രോശിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ആക്രമിക്കുകയാണ്. ഇടയ്ക്ക് CCTV ഇല്ലാത്ത പ്രദേശത്തേക്ക് കൂടി സ്ഥലത്തേക്ക് കൂടി വലിച്ചടിച്ചു കൊണ്ടുപോയി ആക്രമിച്ചു. ഇതിനെക്കുറിച്ച് അന്വേഷണം നടന്നിട്ടുണ്ട്. തൃശ്ശൂരിലെ അന്നത്തെ പോലീസിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ ക്രൈംബ്രാഞ്ച് സുജിത്തിന്റെ പരാതിയിൽ അന്വേഷണം നടത്തി. സുജിത്തിനെ ചോദ്യം ചെയ്തു, മറ്റ് പോലീസുകാരെ ചോദ്യം ചെയ്തു, സുജിത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിനെ കൂടി ചോദ്യം ചെയ്തു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പരിശോധിച്ച ഈ കാര്യങ്ങളിൽ സുജിത്തിനെ പോലീസ് അന്ന് രാത്രിയിൽ അറസ്റ്റ് ചെയ്തു. ഈ അക്രമം എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം 5 മണിക്കാണ് കോടതി സമയം അവസാനിക്കുന്ന സമയത്താണ് കോടതി അതുവരെ അവിടെ ഇട്ട് മർദ്ദിക്കുകയായിരുന്നു. അവശനായിട്ടും മർദ്ദിക്കുകയായിരുന്നു കോടതിയിൽ കൊണ്ടുപോയത്. ഈ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് മോഡിലേക്ക് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം DIG പറഞ്ഞല്ലോ, പത്രക്കാരനോട് ചോദിച്ചു. DIG പറഞ്ഞു, ഞങ്ങൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ SBI ലൈഫ് നമുക്കായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി